തെനാലി വിനോദകാരനായി എന്ന മനോഹരമായ കഥയാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. തെനാലി രാമൻ കാളികാദേവിയുടെ വലിയ ഭക്തനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം മുഴുവൻ രാത്രിയും കാളികാദേവിയെ പ്രാർത്ഥിച്ചു. ദേവി അതിൽ സന്തോഷിച്ചു. അവൾ അദ്ദേഹത്തിനു മുന്നിൽ പ്രത്യക്ഷമായി പറഞ്ഞു, "തെനാലിരാമ, നീ രാജാവ് കൃഷ്ണദേവരായനെ സന്ദർശിച്ച് അവന്റെ കൊട്ടാരത്തിൽ ജസ്റ്ററായി ജോലി ചെയ്യണം." തെനാലിരാമൻ ദേവിയുടെ ഉപദേശപ്രകാരം യാത്രയായി. അദ്ദേഹം വിജയനഗരിലേക്ക് പോയി. അതിനുശേഷം അദ്ദേഹം അനുമതിയില്ലാതെ രാജധാനിയിലെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. രാജാവ് കൃഷ്ണദേവരായയ്ക്ക് അതിരോഷമുണ്ടായി. അദ്ദേഹം ഗാർഡുകൾക്ക് തെനാലിരാമന്റെ തല വെട്ടണമെന്ന് ആജ്ഞ നൽകി. അതിനുശേഷം തെനാലിരാമനെ രാത്രിക്ക് ജയിലിൽ അടച്ചു. രാവിലെ അദ്ദേഹത്തെ കൊല്ലാനായിരുന്നു തീരുമാനം. എന്നാൽ ബുദ്ധിമാനായ തെനാലിയുടെ മനസ്സ് ഇതിനോടകം തന്നെ പ്രവർത്തിച്ചു തുടങ്ങി. അടുത്ത ദിവസം രാവിലെ തെനാലിരാമനെ വധിക്കാൻ ഗാർഡുകൾ എത്തി. തെനാലിരാമൻ പറഞ്ഞു, "നിയമപ്രകാരം നിങ്ങൾ എന്റെ അവസാനമായ ആഗ്രഹം നിറവേറ്റണം. ഞാൻ മരിക്കുന്നതിനു മുമ്പ് ആചാരങ്ങൾ ശരിയായി പാലിക്കണമെന്നു ആഗ്രഹിക്കുന്നു. ദയവായി ഞാൻ തുംഗഭദ്ര നദിയിൽ കുളിക്കട്ടെ." സൈനികർ തെനാലിരാമനെ അതിനുള്ള അനുമതി നൽകി. കുളിച്ച ശേഷം തെനാലിരാമൻ പറഞ്ഞു, "എനിക്ക് ധ്യാനിക്കാൻ താൽപ്പര്യമുണ്ട്." അതിനാൽ അദ്ദേഹം നദീതടത്ത് ഇരുന്നു ധ്യാനിച്ചു. സൈനികർ കർത്തവ്യം ചെയ്യാൻ തയ്യാറാകുമ്പോൾ തെനാലി പറഞ്ഞു, "ദയവായി എനിക്ക് ആഹാരം തരൂ." സൈനികർ അവനു ആഹാരം നൽകി. ഭക്ഷണം കഴിച്ച ശേഷം തെനാലിരാമൻ കുറച്ചുനേരം ഉറങ്ങാൻ തയ്യാറായി. തെനാലിയുടെ ആവശ്യം കേട്ട് സൈനികർ അതിശയിച്ചുപോയി. എങ്കിലും നിയമപ്രകാരം അവർ അത് അംഗീകരിക്കേണ്ടതായിരുന്നു. ഇതിനിടെ തെനാലിരാമൻ കുറച്ച് മണിക്കൂറുകൾ ഉറങ്ങി. അതിനാൽ സൈനികർക്ക് അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല. കുറച്ചു നേരത്തിനു ശേഷം അദ്ദേഹം ഉണർന്ന് പറഞ്ഞു, "അയ്യോ, നിങ്ങൾ ഇതുവരെ എന്നെ ശിക്ഷിച്ചില്ലേ? നിങ്ങൾ രാജാവിന്റെ ആജ്ഞ നിർവഹിക്കേണ്ടതല്ലേ? ഞാൻ അതിന് സഹായകരനാവാം. ഞാൻ നദിയിൽ കഴുത്തുവരെ ഇറങ്ങും. എന്റെ കണ്ണുകൾ അടച്ച് ഞാൻ നിൽക്കാം. പിന്നെ നിങ്ങൾക്ക് എളുപ്പമാകും. എന്റെ കഴുത്ത് വെട്ടാൻ കത്തികളെ ഉപയോഗിക്കാം." സൈനികർ സമ്മതിച്ചു. തെനാലിരാമൻ വെള്ളത്തിൽ കയറി നിന്നു. അദ്ദേഹം കണ്ണുകൾ അടച്ചു തുടങ്ങിയ ഉടൻ സൈനികൻ വാൾ ഉപയോഗിച്ചു. എന്നാൽ തെനാലി വെള്ളത്തിനടിയിൽ ആഴത്തിൽ മുങ്ങിപ്പോയി. അതിനാൽ വാൾ വെറും വായുവിലൂടെ പോയി. അതിനുശേഷം തെനാലി വെള്ളത്തിൽ കുറച്ച് അകലെ പോങ്ങി. പിന്നീട് അദ്ദേഹം രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. സൈനികർ അദ്ദേഹത്തെ രാജാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. സംഭവിച്ച എല്ലാം സൈനികർ രാജാവിനോട് പറഞ്ഞു. രാജാവ് ചിരിച്ചു. എന്നാൽ അകത്ത് അദ്ദേഹം തെനാലിയുടെ ബുദ്ധിയെ അഭിനന്ദിച്ചു. വീണ്ടും രാജാവ് സൈനികർക്ക് ഉത്തരവിട്ടു. ഈ ബുദ്ധിമാനായ തെനാലി ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് കാണാൻ രാജാവിന് ആഗ്രഹമുണ്ടായിരുന്നു. ഇത്തവണ സൈനികർ തെനാലിരാമനെ നഗരം വിട്ടുള്ളൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു വെള്ളക്കുഴി തേടി കുഴിച്ചു. പിന്നെ തെനാലിയെ കഴുത്തുവരെ അതിൽ പൂട്ടി മണ്ണ് നിറച്ചു. അവർ വെള്ളക്കുഴി തീർത്ത ശേഷം ആനയെ കൊണ്ടുവരാൻ പോയി. തെനാലിരാമൻ രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം തയ്യാറാക്കുകയായിരുന്നു. അപ്പോഴാണ് വസ്ത്രങ്ങൾ കയറിൽ കെട്ടിയിട്ട ധോബിയെ കാണുന്നത്. അവൻ തന്റെ വസ്ത്രങ്ങൾ കെട്ടിയൊരു വലിയ ചുമടാണ് കൊണ്ടിരുന്നത്. ധോബി തെനാലിരാമന്റെ അടുത്തേക്ക് വന്നു ചോദിച്ചു, "നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നീ കഴുത്തുവരെ മണ്ണിൽ കുടുങ്ങിയിട്ടുള്ളത് എന്തിനാണ്?" തെനാലിരാമൻ പറഞ്ഞു, "സ്നേഹിത, ഞാനും നിന്നെപ്പോലെ ഒരു ധോബിയാണ്. ഞാനും വസ്ത്രങ്ങളുടെ ഭാരമേന്തി നടക്കുന്നതിനാൽ നിന്നെപ്പോലെ തന്നെ എന്റെ മുതുകിലും ഒരു മുഴ ഉണ്ടായി. ഒരു മഹാനായ വൈദ്യൻ പറഞ്ഞു, ഈ മണ്ണിൽ ഞാൻ എന്നെ തന്നെ പൂട്ടിയാൽ എനിക്ക് പഴയ പോലെ നിൽക്കാൻ കഴിയുമെന്നും പിന്നെ ഞാൻ സൗഖ്യപ്പെടുമെന്നും. ഇപ്പോഴത് കുറുകുറുക്കയായി പെട്ടെന്ന് ശരിയായി തുടങ്ങി." ധോബി തെനാലിയുടെ ഈ കള്ളകഥ വിശ്വസിച്ചു. തനിക്ക് കൂടി മുതുകിലെ മുഴയിൽ നിന്ന് ആശ്വാസം കിട്ടണമെന്ന ആഗ്രഹം തോന്നി. അവൻ മണ്ണ് തോണ്ടിയെടുത്ത് തെനാലിയെ പുറത്താക്കി. അവൻ തന്റെ ശരീരം സ്വയം തന്നെ മൂടി. തുടർന്ന് തെനാലി കൊട്ടാരത്തേക്ക് നടന്നു. ധോബി കുഴിയിലായിരുന്നു, കഴുത്തുവരെ മണ്ണിൽ മൂടിയ നിലയിൽ. ധോബി ആനയുമായി എത്തിയ കാവലാളുകളെ കണ്ടു. അവരെ കണ്ടതും സഹായത്തിനായി കരഞ്ഞു. കാവൽക്കാർ ആ ശബ്ദം കേട്ടു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി അത് തെനാലിരാമനല്ലെന്ന്. കാവൽക്കാർ ധോബിനെ മോചിപ്പിച്ചു. അവർ തൽക്ഷണം രാജാവിന്റെ അടുത്തേക്ക് ഓടിയ തെനാലിയുടെ രക്ഷയെക്കുറിച്ച് അറിയിച്ചു. കാവൽക്കാർ ആസ്ഥാനത്തിലെത്തിയപ്പോൾ അവർ അതിശയത്തോടെ കണ്ടത് തെനാലിരാമൻ രാജാവിന്റെ മുമ്പിൽ നിൽക്കുകയാണ് എന്ന്. താൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന കഥ അദ്ദേഹം സ്വയം വിവരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തെനാലിയുടെ കഥ രാജാവും മന്ത്രിമാരും കേട്ടപ്പോൾ അവർ പരിഹസിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, "തെനാലിരാമ, നീ വളരെ ബുദ്ധിയുള്ളവനും സൂക്ഷ്മബുദ്ധിയുള്ളവനുമാണ്. ഞാൻ നിന്നെ എന്റെ ആസ്ഥാനത്തിൽ ഒരു മന്ത്രിയായി നിയമിക്കുന്നു.
പക്ഷേ തെനാലിരാമൻ അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു. മഹാരാജാവേ, എനിക്ക് രാജധാനിയിലെ മന്ത്രിസ്ഥാനം വേണ്ട. എനിക്ക് കോമാളിയാകണം. ഇത് കേട്ട രാജാവ് വളരെ കോപിച്ചു. നന്ദിയില്ലാത്തവനെ, എന്റെ ഉത്തരങ്ങൾ നീ തള്ളിവയ്ക്കുമോ? പോയിക്കോ, ഇനി നിന്നെ കാണിക്കാൻ നോക്കിയാൽ നിന്റെ മുഖം കാണാനാവില്ല. തെനാലിരാമൻ രാജധാനി വിട്ടു. അടുത്ത ദിവസം രാവിലെ തെനാലിരാമൻ തലയിലൊരു മൺചട്ടി ധരിച്ച് രാജസഭയിൽ പ്രവേശിച്ചു. രാജാവ് ചോദിച്ചു. നീ ആരാണ്? മഹാരാജാവേ, ഞാൻ നിങ്ങളുടെ കോമാളിയാണ്. അതിന് എന്റെ കൊട്ടാരത്തിൽ കോമാളികളിലാലോ? രാജാവ് ചോദിച്ചു. അതെ മഹാരാജാവേ, ഞാൻ തന്നെ നിങ്ങളുടെ മന്ത്രിമാരിൽ ഒരാളാണ്. ഇന്നലെ എന്റെ മുഖം കാണിക്കരുതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ വന്നു. പക്ഷേ എന്റെ മുഖം കാണാനാകില്ല. ഇത് കേട്ട രാജാവും കൊട്ടാരത്തിൽ ഇരുന്ന മറ്റ് മന്ത്രിമാരും ചിരിച്ചു. അവസാനമായി രാജാവ് തെനാലിരാമനെ വിജയനഗരത്തിലെ രാജസഭയിലെ ഔദ്യോഗിക വിനോദകാരനായി നിയമിച്ചു.